കല്ലെറിഞ്ഞവന് സമ്മാനം. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ ചെറിയ ഒരു ഭാഗമാണ്. ഇന്ന് ആധുനിക ലോകത്ത് പരസ്പര ശത്രുതയോടും വഴക്കിട്ടും ജീവിക്കുന്ന നമുക്ക് ഇത് നല്ലൊരു പാഠമാണ്. ഷെയ്ഖ് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഏകാന്തനായി ദേശാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ജടയും മുടിയും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി നടന്നു നീങ്ങുന്ന ഷെയ്ഖ് അവർകൾ ഭ്രാന്തനാണെന്ന് ധരിച്ച് ഒരു തെമ്മാടി പരിഹസിക്കാൻ തുടങ്ങി. ആ മഹാത്മാവാകട്ടെ മറുപടിയൊന്നും പറയാതെ കേട്ട ഭാവം തന്നെ നടിക്കാതെ നടന്നു നീങ്ങുമ്പോൾ ആ തെമ്മാടി ഒരു ഉരുളൻ കല്ലെടുത്ത് ഒരേറ്. അത് ഷെയ്ഖിൻ്റെ പുറത്തു ചെന്ന് തറച്ച് തൊലി പൊട്ടി രക്തം പ്രവഹിക്കാൻ തുടങ്ങി. അദ്ദേഹം അപ്പോഴും ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരുന്ന് രക്തം തുടച്ചു കളയാൻ തുടങ്ങി. കിണ്ടിവാലിൽ നിന്ന് വെള്ളം ചാടുന്നത് പോലെയുള്ള രക്തപ്രവാഹമുണ്ടായി. ഇത് കണ്ട് ആളുകൾ ഓടിക്കൂടി. അതിലൊരാൾ ഷെയ്ഖ് അവർകളെ തിരിച്ചറിഞ്ഞു. അയാൾ ജനങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ ക്രുദ്ധരായി. ഈ ക്രൂരകൃത്യം ചെയ്ത തെമ്മാടിയെ അവർ പിടിച്ചു മർദ്ദിക്കാനൊരുങ്ങി. ഉടനെ ഷെയ്ഖ് അവർകൾ അവരെ വിലക്കി. അദ്ദേഹം പറഞ്ഞു, അരുത്, അവൻ വിവരമില്ലാതെ ചെയ്തതാണ്. അറിവില്ലാത്തവർക്ക് മാപ്പ് കൊടുക്കൽ അറിവുള്ളവരുടെ കടമയാണ്. അവനെ വെറുതെ വിടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അവർകൾ തൻ്റെ മടിശീലയഴിച്ചു. അതിലുണ്ടായിരുന്ന ഏതാനും വെള്ളിത്തൊട്ടുകൾ ആ തെമ്മാടിക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം അവനോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി നിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക. നീ എന്നെ കല്ലെറിഞ്ഞത് എന്തെങ്കിലും ഫലം കിട്ടാൻ വേണ്ടിയായിരിക്കുമല്ലോ. മാവിന്മേലോ മറ്റു വല്ല ഫലവൃക്ഷങ്ങളിലോ കല്ലെറിഞ്ഞാൽ നിനക്ക് മാങ്ങയും മറ്റു പഴങ്ങളും കിട്ടാറുണ്ട്. എന്നെ കല്ലെറിഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാതിരുന്നാൽ ഞാൻ കായ്ക്കാത്ത പടുവൃക്ഷം പോലെയാകുമല്ലോ. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് സ്വീകരിക്കുക. അറിവില്ലാത്ത ആ തെമ്മാടിക്ക് ഈ മൊഴിമുത്തുകളുടെ അർത്ഥമൊന്നും മനസ്സിലായില്ല. ആ നരാധമൻ വെള്ളിത്തൊട്ടുകൾ വാങ്ങി കീശയിലിട്ട് തൻ്റെ വഴിക്ക് പോയി. ഇത് കണ്ടു നിന്ന ബുദ്ധിജീവികൾ അത്ഭുത പരതന്ത്രരായി ഒഴിച്ചു നിന്നു. ആ തെമ്മാടിയെ കുത്തിച്ചതക്കാനുള്ള അമർഷവുമായി പല്ലു ഞെരിച്ചു നിൽക്കുന്നവരോട് ഷെയ്ഖ് പറഞ്ഞു, വിവരമില്ലാത്തവരോട് അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യുന്ന മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധമരാണ്. അജ്ഞരുടെ തിന്മകൾക്ക് നന്മ കൊണ്ട് പ്രതികാരം ചെയ്യുകയെന്നതാണ് ജ്ഞാനികളുടെ ചര്യ. ഇനി നിങ്ങൾ പറയൂ, ഷെയ്ഖ് ബൽഖിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെയും പ്രതികരണം, അല്ലേ? അവിടുത്തെ ഉപദേശം നമുക്കെല്ലാവർക്കും വലിയ പാഠമാണ്. അറിവില്ലാത്തവർക്ക് പുറത്തു കൊടുക്കണം. എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യണം. അത് നമുക്ക് ജീവിതത്തിൽ വിജയമേ ഉണ്ടാക്കൂ. മഹാന്മാരുടെ പാത പിൻപറ്റാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇനി ഇതുപോലെ മറ്റൊരു ചരിത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.